It's fully loaded. ഒരു സ്പേസ് പോലും ഇറ്റ്സ് ഫിൽഡ്. പാഡൽ ഷിഫ്റ്റ് ലുക്സ് അല്ലെങ്കിൽ പാഡൽ ഷിഫ്റ്റ് നല്ല സൈസിൽ ഈ ഒരു ഫുൾ നമ്മുടെ 4 ഫിംഗേഴ്സും എത്താൻ പാകത്തിനുള്ള സൈസിൽ നമുക്ക് പാഡൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഞാനിന്നുള്ളത് ഗ്രേറ്റർ നോയിഡയിലെ BICയിലാണ്, ബുദ്ധ് ഇൻ്റർനാഷണൽ സർക്യൂട്ടിൽ. ഇവിടെ വന്നത് M-ടൗണിൻ്റെ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ്. അവിടെയാണ് ഇന്ന് M5 നമ്മളുടെ മുന്നിൽ കിട്ടിയത്. ദ ഓൾ ന്യൂ M5 അല്ലെങ്കിൽ G90 എന്നാണ് പുതിയ M5ൻ്റെ പേര് വരുന്നത്, കോഡ് നെയിം വരുന്നത്. എന്താണെങ്കിലും ഈ ഒരു വാഹനത്തെ പറ്റി പറഞ്ഞാൽ M5 നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പവറുള്ള മോസ്റ്റ് പവർഫുൾ M5 എന്നാണ് BMW വിളിക്കുന്നത്. അത് മാത്രമല്ല സ്പോർട്സ് സെഡാൻ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ലൈനപ്പിലുള്ള ഏത് വാഹനം നോക്കിക്കഴിഞ്ഞാലും എനിക്ക് തോന്നുന്നു ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു മെഷീൻ ആയിരിക്കും ഈ M5. ആൻഡ് ഇറ്റ് ലുക്സ് മാസീവ്, ഇറ്റ് ലുക്സ് വെരി സ്പോട്ടി ഓൾസോ. അതിൻ്റെ ഒരു പവറിൻ്റെ കാര്യം പറഞ്ഞാൽ ഇത് ഏകദേശം 727 HP പവറാണ് ഇത് നൽകുന്നത്. അതിന് കാരണം അത് ഹൈബ്രിഡും കൂടെ വരുന്നുണ്ട്. സോ വിൽ ഗെറ്റ് ദ എഞ്ചിൻ ലേറ്റർ. പക്ഷേ ഇതിൻ്റെ ലുക്സ് നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ടിലെ ഗ്രില്ല് കംപ്ലീറ്റ്ലി പുതിയതാണ്. M5ൻ്റെ ബാഡ്ജിങ് നടുക്ക് കൊടുത്തിട്ട് ആക്റ്റീവ് ഗ്രില്ലാണ് വരുന്നത്. ഇതിൻ്റെ ഗ്രില്ലിന് ചുറ്റും ഒരു ഇലുമിനേഷൻ കൊടുത്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് നമ്മൾ സ്ഥിരം കാണുന്ന ആ ഒരു ഹെഡ്ലൈറ്റിന് വരുന്നുണ്ട്. ഇതൊരു എയർ ഇൻടേക്കിൻ്റെ സ്പേസ്, ഇറ്റ്സ് മാസീവ്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ സെൻസേഴ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. താഴെ കാർബൺ ഫൈബർ ലിപ്പ് നൽകിയിട്ടുണ്ട്. കാർബൺ ഫൈബർ ലിപ്പാണ് ഈ കൊടുത്തിരിക്കുന്നത്. സോ പ്രോപ്പർ ഒരു സ്പോർട്സ് കാർ ഫീൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ തന്നെ 360 ഡിഗ്രി ക്യാമറ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സെൻറ്റർ നോക്കിക്കഴിഞ്ഞാൽ ദ ലുക്സ്, ബോണറ്റ് സ്റ്റൈലിംഗ് എല്ലാം നമ്മൾ പുതിയ BMW സ്റ്റൈലിങ്ങിൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും രസം ഇതിൻ്റെ സൈഡിലേക്ക് വരുമ്പോഴാണ്. ഫ്രണ്ടിൽ 20 ഇഞ്ച് വീൽസും വീൽസാണ് വരുന്നത്. അതുപോലെ 20 ഇഞ്ച് വീൽസ് ബ്ലാക്ക് അലോയ്സ് ആണ് വരുന്നത്. എൻ്റെ ബാക്കിലേക്ക് നോക്കി കഴിഞ്ഞാൽ 21 ഇഞ്ച് വീലാണ് വരുന്നത്. സോ ഫ്രണ്ടിലെയും ബാക്കിലെയും വീൽസിൻ്റെ സൈസിൽ വ്യത്യാസമുണ്ട്. അതുപോലെ എൻ്റെ ORVM നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി കാർബൺ ഫൈബറാണ് വന്നിരിക്കുന്നത്. അതുപോലെ റൂഫ് നോക്കിക്കഴിഞ്ഞാൽ കാർബൺ ഫൈബറാണ് വരുന്നത്. സോ സൈഡിൽ വന്നിട്ട് ഡോർ ഹാൻഡിൽ ലുക്സ് പ്രോപ്പർ ആൻഡ് നൈസ്. ബാക്കിലേക്ക് വരുമ്പോൾ M5ൻ്റെ ബാഡ്ജിങ് ഈ ഒരു ഏരിയയിൽ നൽകിയിട്ടുണ്ട്. ദെൻ റിയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്പോയിലർ അഗൈൻ ഫുൾ കാർബൺ ഫൈബർ വരുന്നുണ്ട്. താഴെ ഡിഫ്യൂസർ സ്റ്റൈലിംഗ്, അവിടെയും കാർബൺ ഫൈബർ കൊടുത്തിട്ടുണ്ട്. ഒരു ക്വാഡ് എക്സോസ്റ്റ് നൽകിയിട്ടുണ്ട്. 4 എക്സോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. സെൻസേഴ്സ്, ക്യാമറ കാര്യങ്ങളെല്ലാം ഉണ്ട്. സോ ഇറ്റ്സ് ലുക്സ് പ്രോപ്പർ ലൈക്ക് എ പ്രോപ്പർ സ്പോർട്സ് സെഡാൻ. അതുപോലെ തന്നെ ഒരു 5 സീരീസിൻ്റെ ഒരു M വേർഷൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് പേഴ്സണലി ഞാനിപ്പോൾ ഇവിടെ ഡ്രൈവ് ചെയ്തു ട്രാക്കിൽ നമ്മൾ ഓൾമോസ്റ്റ് ഞാൻ M5 ഒരു 5 ലാപ്സ് അല്ലെങ്കിൽ 4 ലാപ്സ് ഞാൻ M5 ഡ്രൈവ് ചെയ്തു. ആക്ച്വലി 5 ലാപ്സ് ഞാൻ M5 ഡ്രൈവ് ചെയ്തു. ആൻഡ് ഐ ഫെൽ സോ ഗുഡ്. ഇറ്റ്സ് പ്രോപ്പർ പവർഫുൾ മെഷീൻ. അതുപോലെ തന്നെ എൻ്റെ എൻജിൻ കാണേണ്ടത് തന്നെയാണ്. ഞാൻ എൻജിൻ കാണിച്ചു തരാം. സോ ഇതാണ് ഒരു 4.4 ലിറ്റർ V8 എൻജിൻ. നമുക്ക് ഇതിനകത്ത് ഹൈബ്രിഡ് വരുന്നുണ്ട്. ഹൈബ്രിഡ് വരുന്നതുകൊണ്ട് തന്നെയാണ് നമുക്ക് 727 HP പവർ വരുന്നത്. ഇറ്റ്സ് ഫുള്ളി ലോഡഡ്. ഒരു സ്പേസ് പോലും ഇറ്റ്സ് ഫിൽഡ് എന്ന് വേണമെങ്കിലും പറയണം. അതുപോലെ തന്നെ 0 to 100 എത്താൻ എടുക്കുന്ന ടൈം ഇസ് ഓൺലി 3.5 സെക്കൻഡ്സ്. സോ ഇറ്റ്സ് എ പവർഫുൾ മെഷീൻ. അതിലും പവർ 727 HP എന്ന് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ ടോർക്ക് 1000 ന്യൂട്ടൺ മീറ്റർ ആണ് ഇതിൻ്റെ ടോക്ക് വരുന്നത്. സോ അതിൻ്റെ ടോപ്പ് സ്പീഡ് വരുന്നത് 305 km/h ആണ് ഇതിൻ്റെ ടോപ്പ് സ്പീഡും വരുന്നത്. സോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നൊരു കാര്യം ഇതിൻ്റെ ബൂട്ട് സ്പേസ് ആണ്. ഞാൻ ആക്ച്വലി ഇത്രയും വലിയൊരു ബൂട്ട് ഈ ഒരു M5 ഞാൻ പ്രതീക്ഷിച്ചില്ല. ലുക്ക് അറ്റ് ദ ബൂട്ട് സ്പേസ്, റിയലി ഗുഡ് സ്പേസ്. ഇതിനകത്ത് നല്ല വലിയ 2-3 പെട്ടി വെക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. സോ ഒരു അല്ലെങ്കിൽ ഒരു M5 ഞാൻ ഇത്രയും വലിയൊരു ബൂട്ട് സ്പേസ് ഞാൻ പ്രതീക്ഷിച്ചതല്ല. ദാറ്റ് മേക്സ് മീ എക്സൈറ്റഡ് ഓൾസോ. സോ ദാറ്റ്സ് M5 എക്സ്റ്റീരിയർ. ഇൻറ്റീരിയർ നോക്കാം. സോ M5ൻ്റെ ഇൻറ്റീരിയർ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് ഫീലാണ് വരുന്നത്. ബ്ലാക്കിൻ്റെ കൂടെ പുറത്തുള്ളതുപോലെ തന്നെ കാർബൺ ഫൈബർ എലിമെൻറ്റ്സ് ഒരുപാട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഹിഡൻ എയർവെൻസ് വന്നിട്ടുണ്ട്. സ്റ്റിയറിംഗ് ലുക്സ് പ്രോപ്പർലി ലൈക്ക് എൻ M സ്റ്റിയറിംഗ്. ആ ഒരു ഫുൾ ലെതർ ഫീലും അതുപോലെ മുകളിലൊരു റെഡ് ഒരു സ്ട്രിങ് പോലെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ താഴെ M-ൻ്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. M2 M1 എന്ന് പറയുന്ന 2 ബൂസ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് ഇസ് ഹെവി. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നോബ് ഇതാണ്. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റിയറിംഗ് ആണ് വരുന്നത്. അതുപോലെ തന്നെ എൻ്റെ സെൻറ്റർ കൺസോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വയർലെസ് ചാർജ് അങ്ങനെ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. MMI ഇസ് ന്യൂ, പുതിയ MMI ആണ് വരുന്നത്. ഇവിടെ നമുക്ക് എല്ലാ കൺട്രോൾസും അതിനകത്ത് ഹൈബ്രിഡും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. M മോഡും അതുപോലെ തന്നെ ട്രാക്ഷൻ കൺട്രോൾ, എവറിത്തിങ് ഇസ് ഹിയർ. സോ ലോട്ട് ഓഫ് റെഡ് സ്വിച്ചസ്. അത്
ആ ഒരു എം എലമെൻറ്റ് കൊടുക്കാനായിട്ട് റെഡ് സ്വിച്ചസ്, സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടണും അതുപോലെ തന്നെ ബൂസ്റ്റർ സ്വിച്ചസും എല്ലാം എം ആണ് വരുന്നത്. പാഡൽ ഷിഫ്റ്റ് ലുക്സ് അല്ലെങ്കിൽ പാഡൽ ഷിഫ്റ്റ് നല്ല സൈസിൽ, ഈ ഒരു ഫുൾ നമ്മുടെ 4 ഫിംഗേഴ്സും എത്താൻ പാകത്തിനുള്ള സൈസിൽ നമുക്ക് പാഡൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. പാഡൽ ഷിഫ്റ്റേഴ്സ് നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. പാഡൽ ഷിഫ്റ്റേഴ്സ് അങ്ങനെ കാര്യങ്ങളെല്ലാം ഉണ്ട്. സീറ്റ് രണ്ടും എം സീറ്റാണ് വരുന്നത്. ഭയങ്കര നല്ല കുഷനിങ്, സൈഡ് ഭയങ്കര ഭംഗിയായിട്ട് തന്നെ സീറ്റ് ഷേപ്പിന് ഒരു സ്പോർട്സ് സീറ്റിൻ്റെ ഫീലിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് റൂഫിൽ നമുക്ക് ഒബ്വിയസ്ലി എമ്മിൽ നമുക്ക് അധികം സൺ റൂഫ് കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് തന്നെ മുകളിൽ നല്ല ഒരു സ്വേറ്റ് ലെതർ ഫീലാണ് കൊടുത്തിരിക്കുന്നത്. ഇറ്റ്സ് പ്രോപ്പർ. കാരണം ഒരു സ്പോർട്സ് കാറിൽ അല്ലെങ്കിൽ എമ്മിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ ഒരു ഹെഡ് അപ്പ് ഡിസ്പ്ലേ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഒരു സിംഗിൾ പാനൽ ഡ്യുവൽ സ്ക്രീനാണ് വരുന്നത്. ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും അതുപോലെ തന്നെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം അത് ഒരു കർവ്ഡ് രീതിയിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ MMI സെൻറ്ററിൽ വന്നിട്ടുണ്ട്. അതിൽ പുതിയ MMI റോട്ടറി സ്വിച്ചും കാര്യങ്ങളും കൺട്രോൾസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. യു ക്യാൻ കൺട്രോൾ ഇതിനകത്ത് വരുന്ന എല്ലാം ഡ്രൈവ് ട്രെയിനും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇതിനകത്ത് തന്നെ ചെയ്യാം. കംഫർട്ട്, സ്പോർട്ട്, ഡിഫറെൻറ്റ് ഡ്രൈവ് മോഡ്സ്, അതുപോലെ അതിൻ്റെ സ്പോർട്ട് പ്ലസ്, കംഫർട്ട് എന്നീ 3 ഡ്രൈവ് മോഡ്സ് ഉണ്ട്. അത് ഷാസയ്ക്കും സ്റ്റിയറിങ്ങിനും ബ്രേക്കിനും എല്ലാത്തിനും സെപ്പറേറ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ കൺസോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആംബിയൻ ലൈറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. ഹിഡൻ എയർവെൻസ് ആണ് വരുന്നത്. ആംബിയൻ ലൈറ്റിങ്ങോട് കൂടി വരുമ്പോൾ ഇറ്റ് ലുക്സ് പ്രോപ്പർ. അതുപോലെ സീറ്റ് ആണെങ്കിലും പ്രോപ്പർ എം സീറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. യു കെൻ സി എമ്മിൻ്റെ ബാഡ്ജിങ് ഈ ഒരു ഭാഗത്ത് നൽകിയിട്ടുണ്ട്. അതുപോലെ സീറ്റിൻ്റെ ഒരു ഷേപ്പ് ആണെങ്കിലും എല്ലാം ഒരു സ്പോർട്സ് സീറ്റിൽ വളരെ ഭംഗിയായിട്ട് ഷേപ്പ് കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. സോ ദ ഫ്രണ്ട് ലുക്സ് പ്രോപ്പർ. ഇനി ഇതിൻ്റെ ഒരു ഓൺ റോഡ് ഡ്രൈവ് നമുക്ക് ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. എന്താണെങ്കിലും ഒരു ഫസ്റ്റ് ലുക്ക് എന്ന രീതിയിൽ മാത്രം കണ്ടാൽ മതി. പക്ഷേ ഞാൻ ട്രാക്കിൽ ഡ്രൈവ് ചെയ്തപ്പോൾ ഐ വാസ് അമേസ്ഡ്. ഞാൻ പറഞ്ഞ പോലെ ഓൾമോസ്റ്റ് 5 ലാപ്പ് ഞാൻ ഈ വാഹനം ട്രാക്കിൽ ഡ്രൈവ് ചെയ്തു ആൻഡ് ഇറ്റ് വാസ് ഫൺ. എൻ്റെ ബാക്ക് സീറ്റും കൂടെ എങ്ങനെയാണ് നോക്കണം. നോർമലി ഒരു സ്പോർട്സ് കാറിൽ നമ്മൾ ബാക്ക് സീറ്റ് എങ്ങനെയുണ്ടെന്ന് സാധാരണ നോക്കാറില്ല, കാരണം ഒരു സ്പോർട്സ് കാർ ഫീലാണ്. ഇപ്പോൾ M2ലും നമ്മളങ്ങനെ അധികം നോക്കാറില്ല. പക്ഷേ M5ൽ ബാക്ക് സീറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതൊരു കംഫർട്ടബിൾ പവർഫുൾ ഒരു സ്പോർട്സ് സെഡാനായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ബാക്ക് സീറ്റും കൂടെ നോക്കാം. സോ ഇതാണ് ബാക്ക് സീറ്റ്. ഹെഡ് റൂം ഇസ് ഗുഡ്, ലെഗ് റൂം ഇസ് ഗുഡ്. ബാക്കിൽ നമുക്ക് AC-യുടെ ഒരു 2 സോണിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഫ്രണ്ടിലാണെങ്കിലും നമുക്ക് കൺട്രോൾ ചെയ്യാം. സോ ഇറ്റ്സ് എ 4 സോൺ AC. ഇവിടെ ആണെങ്കിലും ഒരു സീ പോർട്ട് നൽകിയിട്ടുണ്ട്. സീ പോർട്ടും അതുപോലെ എമ്മിൻ്റെ ബാഡ്ജിങ്ങും ഈ സീറ്റിൻ്റെ ബാക്കിൽ നൽകിയിട്ടുണ്ട്. ഹാർഡാണ്. ഇതിൻ്റെ ബാക്കിൽ ഒരു ലെതർ കാര്യങ്ങളും എല്ലാം കൊടുത്തിന്. കംഫർട്ടബിൾ സ്പേസ്, ഹെഡ് റൂം, ലെഗ് റൂം കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബാക്കിലൊരു ഹാൻഡ് റെസ്റ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. സോ ഒട്ടും മോശമല്ലാത്തൊരു സ്പേസ് ആണ് ബാക്കിലും. ഈവൻ ഇഫ് ദിസ് ഇസ് എ സ്പോർട്സ് സെഡാൻ, ബാക്കിലിരുന്ന് ട്രാവൽ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. സോ ഒരു നോർമൽ യൂസിന് ഒരു എൻതൂസിയാസ്റ്റിനൊക്കെ പറ്റുന്ന രീതിയിൽ തന്നെയാണ് M5 ഇപ്പോൾ വരുന്നത്, ദ ന്യൂ വൺ.